ഷാഹുൽ ഹമീദ് റബ്ബിന്റെ കാരുണ്യഗാനം പോലെ ഒരു ജീവിതം തുടക്കം കടമ്പു താലിപ്പടുപ്പ് എന്ന തീരഗ്രാമ ഓഗസ്റ്റ് 16 ഞായറാഴ്ച പ്രഭാതത്തിൽ ആ ചെറിയ വീട്ടിൽ ഷാഹുൽ ഹമീദ് ജനിച്ചു. സാധാരണവൾക്കിടയിൽ പിറന്നെങ്കിലും വളർന്നോടുകൂടി വഴിതെറ്റിയ കാൽപ്പാടുകളവനെ ഇരുണ്ട പാതകളിലേക്ക് കൊണ്ടുപോയി. ആരുടെ മനസ്സിലും ഇടമില്ലാത്തതുപോലെ പിശാചിന്റെ വഴികളിലൂടെ അലഞ്ഞു നടന്നത് 35ഓളം വയസ്സുവരെ. അതിന്റെ തലമതി ദാരുണമായിരുന്നു. സ്വന്തം നാട്ടിനെ നഷ്ടപ്പെടുത്തി സ്നേഹമുള്ള കുടുംബത്തെ തകർത്തു ഇരുത്താനോ കിടക്കാനോ ഇടമില്ലാത്തൊരു നിലയിലേക്ക് വീണു. എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനൊടുവിൽ സ്വന്തം നാട്ടുകാർക്കിടയിലും അവൻ തെരുവുനായിക്ക് തുല്യമായ ഒരു സ്ഥാനം പോലും കിട്ടില്ലാതായി. അവനെ കാണുമ്പോൾ ദൂരെ ഇരുന്നു തന്നെ ആളുകൾ വീടിന്റെ വാതിലുകൾ അടച്ചു. ജനലഴികളിലൂടെ വെറുപ്പോടെ നോക്കിയാട്ടിയോടിക്കപ്പെട്ട് അപമാനിതനായ 36കാരൻ കണ്ണീരോടെ ആ നാട് വിട്ടിറങ്ങി. സ്വന്തം ശരീരം തന്നെ ഭാരം പോലെ തോന്നുമേ. സ്വന്തമെന്നൊന്നുമില്ലാതെ പൊള്ളുന്ന ഹൃദയമാണേ. പിഞ്ചുപുഴുവിൻ പോലെ വീണു നൊന്തു കരയുമേ. കറുക തേടി റബ്ബിൻ വാതുവും തീനുകൊമേ. പാട്ടിന്റെ ഈ വരികളിൽ പോലെ തന്നെ നന്നു ഷാഹുലിന്റെ ഹൃദയം കരഞ്ഞുകൊണ്ടിരുന്നു. സ്വന്തമെന്ന് പറയാനൊന്നുമില്ലാതെ ഒരു പിഞ്ചുപുഴുവിനെ പോലെ അവൻ റബ്ബിന്റെ മുമ്പിൽ പതിഞ്ഞു വീണു. തന്റെ അവസ്ഥ മാറ്റാൻ മനുഷ്യവശത്ത് നിന്നും വഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാസത്തിന്റെ വഴിത്തിരിവും റബ്ബിന്റെ മാർഗവും ചേർത്തു പിടിക്കാനാണ് 36ആം വയസ്സ് ഷാഹുൽ ഹമീദ് മനസ്സുറപ്പിച്ചത്. ഇനി താൻ എളുപ്പത്തിലേക്ക് അല്ല, തന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ വഴിയിലേക്കു മാത്രം നടക്കാമെന്നു തീരുമാനിച്ചു. കഴിഞ്ഞ കാലത്തെ ദുരിതങ്ങളും അപമാനങ്ങളും മറന്നു തന്റെ ഭാവി മുഴുവൻ റബ്ബിൽ ലഭിച്ചൊരു പുതിയ യാത്രയ്ക്കു തുടക്കം കുറിച്ചു. നീണ്ട പാർട്ടി വർഷങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ, ചൈന തുടങ്ങി പല വിദേശ രാജ്യങ്ങൾ. ബാലൂർ, ഹൈദരാബാദ്, രാജസ്ഥാൻ, തമിഴ്നാട്, കേരളത്തിന്റെ പല കോണുകളും സഞ്ചരിത്തില്ലാത്തിടങ്ങളൊന്നുമില്ലെന്ന പോലെ ആ 14 വർഷങ്ങളിൽ പടച്ചവൻ അവന്നല്ലിൽ അരമൃതകം നമ്മല്ലേ മനുഷ്യനൊറ്റയ്ക്ക് കടന്നതാകും പദസ്ഥാനം. അതേ സമാധാനവും സന്തോഷവും അതോടൊപ്പം പലർക്കും ആഗ്രഹിക്കാറും രീതിയിലുള്ള സമ്പാദ്യവും ഒപ്പോഴുമിച്ചുരേ വാടിക്കൊടുത്തു മാരണം. അവൻ റബ്ബിനെ വാഴു വ്യക്തി ഓരവാടി വിശ്വസിച്ചിനോ. Get me the